ചിലപ്പോൾ നമുക്ക് നല്ല ഫ്രീഡം നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടുവാണെങ്കിൽ ചില ലേഡീസ് അത് ഓവറായിട്ട് അത് അതായത് ഇപ്പോൾ നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന രീതിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് കാര്യങ്ങളും പറയേണ്ടത് എന്താണ്, പറയേണ്ടാത്തത് എന്താണ് ഒന്ന് യുക്തിപൂർവ്വം തിങ്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം ജീവിക്കാനുള്ള ആളല്ല. അപ്പോൾ ആ ഒരു രീതിക്ക് ആലോചിച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം മാത്രമേ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അത് ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക, ചിന്തിക്കുക. എൻ്റെ ലൈഫാണ്, വേറെ ഒരാൾക്കും ഇതിൽ ഫുള്ളി, അതായത് ഇപ്പോൾ ഉമ്മായിക്കോട്ടെ ഉപ്പായിക്കോട്ടെ ഇവർക്കൊക്കെ ഒരു ലിമിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും നെയ്ബേഴ്സ് ആണെങ്കിലും ആർക്കും ഒരു ലിമിറ്റ് കൊടുക്കുക. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവർ തമ്മിലുള്ള റിലേഷൻ, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇവർ തമ്മിലുള്ള എല്ലാ രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അത് ഇവർ തന്നെ മുന്നോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഫാമിലി ലൈഫ് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഓക്കെ, നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ അതൊരിക്കലും ഒരാൾ നമുക്ക് കൊണ്ടുതരില്ല. നമ്മൾ ചുറ്റുമുള്ള അവർ എന്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് അവരുണ്ടാക്കിയതാണ്. ഒരാളും ഹാപ്പിനെസ് കൊണ്ടുതരില്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റും എല്ലാം ഉണ്ട്, പക്ഷെ നമുക്കതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിലെന്ത് കാര്യമുള്ളത്? അപ്പോൾ നമ്മളെ മൈൻഡാണ് കുറേയൊക്കെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനെന്തെങ്കിലും ഡിപ്രഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും മെഡിറ്റേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അത് ക്ലിയർ ചെയ്തിട്ട് ഒരു നോർമൽ ലൈഫിലേക്ക് നിങ്ങൾ വരിക.